നമ്മോടൊപ്പം ഈ വിഷയം, ഇതിൻ്റെ മനഃശാസ്ത്ര സംബന്ധിയായ വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യാനായി വിദഗ്ധൻ പങ്കെടുക്കുകയാണ്. തീർച്ചയായും നമ്മോടൊപ്പം ശ്രീ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജേക്കബ് ജോൺ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോൺ, മാനസികമായി ഒരു കുട്ടിയെ തകർക്കുന്നു, ഒരുപക്ഷെ ശാരീരികമായി ഉണ്ടാകുന്ന ആഘാതങ്ങൾ അത് രണ്ടാമതായിരിക്കാം. അത്തരം പീഡനങ്ങൾ, അത് ഈ കുട്ടിക്ക് 18 വയസ്സ് ഇപ്പോൾ ആയതേ ഉള്ളൂ, 5 വർഷം മുമ്പാണ്, അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പാണ് ആ കുഞ്ഞു ശരീരത്തിൽ അത്രയേറെ നരാധമർ ക്രൂരത നടത്തിയത്. അതിൻ്റെ മാനസികാഘാതം ആ കുട്ടിയിൽ എത്ര ആഴത്തിലാകും ഉണ്ടാവുക? ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തിൽ എന്താണ് രക്ഷിതാക്കളും സമൂഹവും പാലിക്കേണ്ട ജാഗ്രത? ജേക്കബ് ജോൺ. നമസ്കാരം. നമസ്കാരം. ഇന്ന് രാവിലെയാണ് ഈ വാർത്ത ചാനലിൽ കേൾക്കുകയുണ്ടായത്. വളരെ നിർഭാഗ്യകരം ആയിട്ടാണ് തോന്നിയത്. നമുക്ക് പൊതുവെ പലതരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് കുട്ടി ഇത്രയും വൈകിയത്, എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഈ പീഡനത്തിന്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും കാലതാമസം എടുത്തു എന്നൊക്കെ പുരുഷകോമാളിമാർ, മാനസികമായ സംഭവഗതികളെ കുറിച്ച് അറിവില്ലാത്ത പുരുഷകോമാളിമാർ പടയ്ക്കുന്ന ഭാഷ്യങ്ങളല്ലേ? അതിനകത്ത് കാര്യമുണ്ടോ? അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു ചില ചിന്തകളൊക്കെ കുട്ടികളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ നിന്നാണ്. പക്ഷേ പുതിയ തലമുറ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് മാറി വരുന്നുണ്ട്. എന്നാലും നമ്മൾക്കറിയാം, കൾച്ചറലായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കേരളത്തിൽ മുഴുവനായിട്ട് തന്നെ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിലൊക്കെ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അവർ എന്നത് പറഞ്ഞു എന്നതിലല്ല കാര്യം, അവരത് അറിയിച്ചു എന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനെക്കുറിച്ച്, ഈ നിയമത്തെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകളാണ് അങ്ങനെയുള്ള വാദങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പം നമുക്ക് പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്ന് കുട്ടികൾ പലതരത്തിലുള്ള ലക്ഷണങ്ങളാണ് കാണിക്കാറുള്ളത്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റാണ്. അപ്പം പൊതുവെ ന്യൂറോളജിക്കലായിട്ടുള്ള ലക്ഷണങ്ങളുമായിട്ടാണ് ഞങ്ങളുടെ വിഭാഗത്തിലേക്ക് ഇങ്ങനെയുള്ള കുട്ടികൾ കടന്നു വരാറുള്ളത്. തലചുറ്റല്, തലവേദന, അമിതമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടാണ്. കാരണം ഇപ്പോൾ ആധുനിക ശാസ്ത്ര സൈക്കോളജി എന്നതിനേക്കാൾ അത് ന്യൂറോളജിയാണ്. ഒരു പക്ഷേ ഫ്രോയിഡിയൻ തിയറികളെ ഒക്കെ തള്ളിക്കൊണ്ട് അങ്ങനെ നീങ്ങിക്കഴിഞ്ഞില്ലേ അല്ലേ? അതിനേക്കാളും കൂടുതൽ സാധാരണമായിട്ട് കുട്ടികൾക്ക് ഈ പറയുന്ന ഒരു ഈ സ്ട്രെസ്സിനെ താങ്ങാൻ പറ്റാതെ വരുമ്പോൾ അവരെടുക്കുന്ന ചില നിലപാടുകളാണ് ഈ ന്യൂറോളജിക്കലായിട്ടുള്ള ലക്ഷണങ്ങളായിട്ട് വരുന്നത്. നമ്മളതിനെ ഫങ്ഷണൽ ന്യൂറോളജിക്കൽ ഡിസോർഡർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിൽ തന്നെ സൈക്കോജനിക് നോൺ എപ്പിലെപ്റ്റിക് സീഷേഴ്സ്, അതായത് എപ്പിലെപ്സി പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ സൊമാറ്റിക് ആയിട്ടുള്ള കംപ്ലൈൻസുകളാണ് കുട്ടികൾ കാണിക്കാറുള്ളത്. വേദനകളാണ്, വയറുവേദന, നെഞ്ചുവേദന. അപ്പം ഇത് പൊതുവെ അതിങ്ങനെ ഒരു ഘട്ടം ഘട്ടമായിട്ട് കുട്ടികൾ ഇത് കാണിക്കുകയും ഒരു പരിധി കഴിയുമ്പോൾ അവർ താഴെ വീഴുകയും ചെയ്യുകയാണ്. അപ്പം അങ്ങനെയാണ് മാതാപിതാക്കൾ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും പരിശോധനകൾക്ക് ശേഷം യാതൊരുവിധ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളും കണ്ടെത്താൻ സാധിക്കാതെ നിൽക്കുമ്പോഴാണ് സൈക്കോളജിസ്റ്റുകളുടെ സേവനം ലഭ്യമാക്കി അവിടെ നിന്നാണ് നമ്മൾ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും കുട്ടികൾ ആ ഒരു കംഫർട്ടബിൾ സ്പേസിൽ മാത്രമേ അവരത് ഡിസ്ക്ലോസ് ചെയ്യുകയുള്ളൂ. അപ്പം അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് കിട്ടിയാൽ മാത്രമാണ് പല കുട്ടികളും ഇത് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അപ്പം ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടത് ലേറ്റ് ആണെങ്കിലും വളരെ നല്ല കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും. കാരണം അത്തരം സംഭവഗതികൾ, അതായത് ഈ കുഞ്ഞുങ്ങളെ രക്ഷകർത്താക്കൾ കൈകാര്യം ചെയ്യുന്നതിലെ ശാസ്ത്രീയമായ ഭാവം കൈവരേണ്ടതുണ്ട്. ഇവിടെ ഡോക്ടർ ജേക്കബ്, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത, ഇപ്പോഴത്തെ ഈ പ്രത്യേക കേസിൽ നാം പരിശോധിച്ചാൽ, ഇത് മാത്രമല്ല പല കേസുകളിലും നാം പരിശോധിച്ചാൽ, കുടുംബശ്രീയുടെ, നമ്മുടെ സാമൂഹിക ക്ഷേമ സംബന്ധിയായ കാര്യങ്ങളുടെ കരുതലുകളാണ് ഈ കുഞ്ഞുങ്ങളെ പീഡനത്തിന് ഇരയായ വിവരം പുറം ലോകത്തെ എത്തിക്കുന്നതും നീതി തേടുന്നതിലേക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്കുമൊക്കെ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്കൊക്കെ നീങ്ങുന്നത്. ഇവിടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട മറ്റ് സ്കൂളുകളുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗ് സെൻറ്ററുകളാണ്. ഇങ്ങനെയൊക്കെയുള്ള ഇടങ്ങൾ വഴിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രസക്തി വളരെ വലുതാണെന്നുള്ളതാണ്. ആ സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് അത് വളരെ പ്രസക്തമായതാണ്. ഒന്ന്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത്, ഈ മാതാപിതാക്കൾ, രക്ഷകർത്താക്കൾ, അവർ പാലിക്കേണ്ട ചില ജാഗ്രതകളുണ്ട്. ഈ വിഷയത്തിൽ അവരുടെ ചില കൺവെൻഷനലായ പഴകിയ ചിന്തകളെ പൊളിച്ചു മാറ്റി ശാസ്ത്രീയവുമായി ഉൾച്ചേരേണ്ടതുണ്ട്. അതിനെന്തൊക്കെ കാര്യങ്ങളാണ് സമൂഹം എന്ന നിലയിൽ നാം ചെയ്യേണ്ടത്? ഡോക്ടർ ജേക്കബ്.
ആ, അത് നമുക്ക് അറിയാമല്ലോ. ഇപ്പം സാമൂഹികവും സൈക്കോളജിക്കലുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ഇപ്പം സോഷ്യൽ സപ്പോർട്ടുകളൊക്കെ കൂടുതലായിട്ട് വരുന്ന ഒരു കാലമാണ്. അപ്പം നമ്മൾ മാനസികാരോഗ്യത്തിന് കുറച്ചുകൂടെ പ്രാധാന്യങ്ങളൊക്കെ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്കൂൾ തലങ്ങളിലും അല്ലെങ്കിൽ ഈ പറയുന്ന കുടുംബശ്രീ പോലെയുള്ള ഏറ്റവും താഴേക്കിടയിലുള്ള നമ്മളുടെ എന്താണ് സാമൂഹിക കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തട്ടിൽ നിൽക്കുന്ന ആളുകളിലേക്കൊക്കെ ഇങ്ങനെയുള്ള അവയർനെസ്സുകൾ എത്തുന്നതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു കംഫർട്ടബിൾ സ്പേസ് ആയിട്ട് മാറും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സ്പേസുകളിലാണ് കുട്ടികൾ ഇത് കൂടുതലായിട്ടും ആം, എന്താണ് കൂടുതൽ മനസ്സ് തുറക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സ്പേസുകൾ ഇല്ലാതിരുന്നതാണ് ഇപ്പം നമുക്ക് പൊതുവേ മനസ്സിലാക്കി കഴിഞ്ഞത് സ്കൂളുകളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ. അതിൽ ജോയിൻ ചെയ്തതിനു ശേഷം ചില കുട്ടികളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർക്ക്, അതായത് ഗുഡ് ടച്ച് ബാഡ് ടച്ച് ആ ഇങ്ങനെയുള്ള അതെ കാര്യങ്ങളെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നത് തന്നെ ഇങ്ങനെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് വഴിയും അല്ലെങ്കിൽ NCC ഇങ്ങനെയുള്ള എന്താണ് ചില സംഘടനകളിൽ ചേർന്നതിന് ശേഷം കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അവയർനെസ്സുകൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പുതിയ തലമുറയുള്ള മാതാപിതാക്കൾ ഈ പറയുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ കെയർഫുൾ ആണ്. അവർ കുട്ടികൾക്ക് നേരത്തെ തന്നെ ഈ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അല്ലെങ്കിൽ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊക്കെ അവർ കുറച്ചുകൂടെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെ പക്ഷെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ നമ്മുടെ അത് വളരെ വിദ്യാഭ്യാസ സംബന്ധിയായി ഉയർന്നവർ വളരെ നെഗ്ലിജിബിൾ മൈനോറിറ്റി അല്ലേ ഉള്ളൂ, ഭൂരിപക്ഷവും ഇപ്പോഴും പഴയ ചിന്താഗതി അല്ലേ ഡോക്ടർ, താങ്കളുടെ അനുഭവത്തിൽ? തീർച്ചയായും ഒരു പരിധിവരെ നമുക്ക് അങ്ങനെ പറയാമെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്കൂളുകൾ വഴിയൊക്കെ നമ്മൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള സർക്കാരിന്റെ ഒരുപാട് പദ്ധതികൾ വഴി നമ്മൾ ഇങ്ങനെ അവയർനെസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഈ അവയർനെസ്സുകൾ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എത്രത്തോളം അവരിലേക്ക് എത്തുന്നു എന്നുള്ളത് അല്ലെങ്കിൽ അവരെങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതൊക്കെ അവരുടെ ചെറിയ ചെറിയ കൾച്ചറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള മനോഭാവങ്ങളും അതിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം വർഷങ്ങളായിട്ട് ഡൗറി നമ്മൾ നിരോധിച്ചിട്ട് പോലും നമ്മൾ ഈ കാലത്തും അത് ഫോളോ ചെയ്യുന്നു. അപ്പൊ അതെ അതെ എവിടെയാണ് എങ്ങനെയാണ് അത് ആളുകളിലേക്ക് എത്തിയെന്നുള്ളത് ഒരു ചോദ്യമല്ലേ. അപ്പൊ അതേപോലെയാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങളെ തീർച്ചയായും ആ കുറിച്ച് ശ്രമങ്ങൾ തന്നെയാണ് ചർച്ച. ഏറ്റവും വലുത് അല്ലേ? അതെ, ആളുകൾ എങ്ങനെ അത് എടുക്കുന്നു, അവരുടെ മനോഭാവം, അതൊക്കെ ഒരു ഘടകമാണ്. അപ്പൊ അതിന് നമ്മൾ കൂടുതലായിട്ടുള്ള അവയർനെസ്സുകൾ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഉം. യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ജെൻഡർ ഇല്ല, കാരണം ഈ കുട്ടിയായിരിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭാവിയിൽ ആണാകാനുള്ള ജൈവ കരുതലുണ്ട് എന്നതുകൊണ്ട് നാം ആൺകുട്ടി എന്ന് വിളിക്കുന്നു, പെൺകുട്ടിയാകാനുള്ള കരുതൽ ഉള്ളതുകൊണ്ട് നാം പെൺകുട്ടി എന്ന് വിളിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു യഥാർത്ഥത്തിൽ വിവക്ഷ. കാരണം ഒരു ജെൻഡർ ഇക്വാലിറ്റിയുടെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമീപനത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട്, കാരണം കുഞ്ഞുങ്ങളായി തന്നെ സമീപിക്കപ്പെടണമെന്നതുള്ളത്. ഇവിടെ ഈ കുട്ടികളെ പീഡനത്തിന് ഇരയാക്കിയാൽ അവർക്കുണ്ടാവുന്ന എന്താണ് മാനസികാഘാതം എന്താണ്? തീർച്ചയായും. ഒന്ന്, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു പൂർണ്ണ ഉത്തരവാദിത്വം അഡൽട്ടിന് തന്നെയാണ്. അതായത് കുട്ടികൾക്കും ഈ പറയുന്ന പോലുള്ള എന്താണ് ഒരു പ്ലഷർ സീക്കിംഗ് ബിഹേവിയർ ഉണ്ട് എന്നതുകൊണ്ട് അവരിതിന് അറിയാതെ കൺസെന്റ് അറിയാതെ കൊടുക്കുന്നു അറിയാതെ എന്നുള്ളത് കാരണം അർത്ഥമൊന്നുമില്ല. അതെ, അപ്പം ആനന്ദം എന്താണെന്ന് എന്ത് അറിയാത്തൊരു പ്രായമായതുകൊണ്ട് കൂടി അല്ലേ? അതെ, അതുകൊണ്ട് തന്നെ അഡൽട്ടിന്റെ ഉത്തരവാദിത്തമാണ് അവിടെ നോ പറയുക എന്നുള്ളത്. അതിപ്പം കുട്ടി അങ്ങോട്ട് സമീപിക്കുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ വരാറുണ്ട്. വളരെ വിചിത്രമായിട്ടുള്ള വാദമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ അവരോട് നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ അഡൽട്ട്, ഇറ്റ് ഇസ് നോട്ട് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ചൈൽഡ്. അവർക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ധാരണയില്ല. അപ്പം അഡൽട്ടാണ് അതിന് ഉത്തരവാദിത്വം എടുക്കേണ്ടതും അത് ഉത്തരവാദിത്വം എടുക്കാത്തതിന്റെ പേരിലാണ് നിങ്ങൾ ശിക്ഷിക്കപ്പെടാൻ പോകുന്നത്. അല്ല, ഈ അത്തരത്തിൽ ഈ കുട്ടികൾ ഇപ്പോൾ ആൺകുട്ടികൾ പീഡനത്തിനിരയാകുന്ന ഘട്ടങ്ങളുണ്ട്. നാം പല വിധത്തിൽ, അതായത് ഈ ഒന്നിച്ച് പഠിപ്പിക്കുകയും താമസിക്കുകയും ഒക്കെ ചെയ്യുന്ന പല സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ ആൺകുട്ടികൾ അത്തരത്തിൽ പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. അവനും അതൊരു ട്രോമ, ഒരു മാനസികമായ ആഘാതം സൃഷ്ടിക്കുന്നതാകും. പെൺകുട്ടിക്കും അതെ അല്ലേ? തീർച്ചയായും. ആൺകുട്ടികൾക്കും സിമിലർ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതിന്റെയൊക്കെ കൂടുതലായിട്ട് ഒരു കൾപ്രിറ്റ് ആയിട്ട് വരുന്നത് പുരുഷന്മാർ തന്നെയാണ്. ആൺകുട്ടികളെ പീഡിപ്പിക്കുന്നതും പുരുഷന്മാർ തന്നെയാണ്. അതെ 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 വളരെ അതാണ് എന്താണ് അതാണ് ഒരു അതാണ് അത് 99.9%. അതെ, അതാണ്. അതെ. വളരെ കുറച്ചാണ് നമുക്ക് അങ്ങനെയുള്ള അല്ലെങ്കിൽ സ്ത്രീകൾ, പക്ഷെ അവര് ഈ പറയുന്ന സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പുറത്തേക്ക് ഒരു ഫിസിക്കൽ മാൽ ട്രീറ്റ്മെന്റുകളാണ് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് അതെ ഉണ്ടാകുന്നതായിട്ട് അതെ നമ്മൾ അതെ കാണുന്നത്. കറക്റ്റാണ് പക്ഷെ കറക്റ്റാണ്. കൂടുതലായിട്ടുള്ള സെക്ഷൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള അബ്യൂസുകൾ നടത്തുന്നത് പുരുഷന്മാർ അല്ല, തന്നെയാണ്. അത് അതിനെയാണ് തന്നെയാണ് ഞാൻ കണക്കുകൾ ഉദ്ദേശിച്ചത്, അത് തന്നെയാണ്. കാരണം ഈ സൂചിപ്പിക്കുന്നത്. ആൺകുട്ടികളെ ആയാലും പെൺകുട്ടികളെ ആയാലും കുഞ്ഞുങ്ങളാകുമ്പോൾ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിൽ ഏതാണ്ട് 100% എന്ന് തന്നെ പറയാം, അത് പുരുഷന്മാർ തന്നെ ആയിരിക്കും. അതാണ് എൻ്റെ ഹിസ്റ്ററി. ഒറ്റപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകാം, അതല്ല ഞാൻ ഫോക്കസ് ചെയ്തത്. ഞാനതന്നെ, അതായത് ഈ പെൺകുട്ടികൾക്കൊപ്പം ആൺകുട്ടികളേക്കും ഈ തരത്തിൽ ജാഗ്രത പാലിക്കേണ്ട അവസ്ഥ രക്ഷിതാക്കൾ ഉണ്ടാക്കണം എന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്.
തീർച്ചയായും കുട്ടികൾക്ക് അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നമ്മൾ ഒരേപോലെ അത് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഈ ലൈംഗിക വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് ചാനൽ ചർച്ചകളും മറ്റും അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഉം. അപ്പൊ എന്താണ് കൃത്യമായിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊരു കരിക്കുലമായിട്ട് തന്നെ സ്കൂളുകളിൽ അവതരിപ്പിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ കൊടുക്കുന്ന ലൈംഗിക വിദ്യാഭ്യാസം നമുക്ക് പര്യാപ്തമാണോ എന്നുള്ളതും നമ്മൾ വിചിന്തനം പക്ഷേ ഈ ഈ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഒരു നൂൽപ്പാലമുണ്ട് ഡോക്ടർ. ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത് ഇപ്പോൾ കുട്ടികൾ പീഡനത്തിന് ഇരയാകുമ്പോൾ, ഇപ്പോൾ പെൺകുട്ടിയാണ് പീഡനത്തിന് ഇരയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ജാഗ്രത പാലിക്കുന്നു എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ മറ്റ് എതിർലിംഗത്തിലുള്ളവരെ അകറ്റി നിർത്തുന്ന ഒരു സമീപനമല്ല വേണ്ടത്. മറിച്ച് ഒരു സെക്ഷൽ വിദ്യാഭ്യാസം അടക്കം നൽകി അതിനെ ആരോഗ്യപരമായി സമീപിച്ച് പുരുഷനും സ്ത്രീയും ഒക്കെ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സാമൂഹിക ആരോഗ്യ അന്തരീക്ഷം, ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ ഒരു എന്താണ് ശാസ്ത്രീയ സമീപനമുള്ള സമൂഹത്തെ പോലെയാണ് നാം മാറേണ്ടത്. പലരും കാണിക്കുന്നത് നേരെ നെഗറ്റീവായിട്ടാണ്. ആൺകുട്ടികളുമായി അടുക്കരുത്, അങ്ങനെ അകറ്റി നിർത്തുന്ന അങ്ങനെ ഒരു നൂൽപ്പാലമുണ്ട്. അതെങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്യാനാകുന്നത് ഡോക്ടർ? തീർച്ചയായും നമ്മളിപ്പം അതിനോട് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ +2 തലങ്ങളിൽ നടത്തുന്ന സൗഹൃദ ക്ലബ്ബുകൾ പോലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ചില കൗൺസിലിംഗ് ക്ലാസ്സുകളും അവയർനെസ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഇവരുടെ എന്താണ് ശാരീരികവും മാനസികമായിട്ടുള്ള വളർച്ചകളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പം ഈ നമുക്കൊരിക്കലും ഈ പറയുന്ന പോലെ ഒരു ഒരു സുപ്രഭാതത്തിൽ നമുക്ക് വെസ്റ്റേൺ കൾച്ചറുമായിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നത് നമുക്കറിയില്ല. അതൊക്കെ യാഥാർത്ഥ്യത്തിനോട് കുറച്ച് അകന്നാണ് നിൽക്കുന്നത്. കാരണം നമ്മളുടെ സമൂഹം എന്ന് പറയുന്നത് അങ്ങനെ അത്രയും വളരെ കൾച്ചറലായിട്ടും റിലീജിയസ് ഇൻഫ്ലുവൻസ് ഒക്കെ കൂടി ഇട ചേർന്ന് വളരെ എന്താണ് കൺഫ്യൂസിംഗ് ആയിട്ടൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പുതിയ തലമുറയെ വളരെ കൃത്യമായ വിദ്യാഭ്യാസത്തോടു കൂടി വളർത്തുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള അവയർനെസ്സുകൾ അവർക്ക് കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അത്തരം വിദ്യാഭ്യാസം, പക്ഷേ അത് ഒരുപക്ഷെ വിദ്യാഭ്യാസ സംബന്ധിയായും കുറേ മാറ്റങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്, വലിയ പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മറ്റ് സ്റ്റേറ്റും ഒക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുട്ടികൾ പീഡനത്തിന് ഇരയായാൽ തന്നെ അവരെ ഫോക്കസ് ചെയ്ത് അവരെ സംരക്ഷിച്ച് അതിന് അവർക്ക് നീതി ഉറപ്പാക്കി അത് ചെയ്യുന്നവരെ ശിക്ഷ ഉറപ്പാക്കുന്ന രീതിയൊക്കെ കേരളത്തിലേ ഉള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് വളരെ ബെറ്ററാണ്. പക്ഷേ ഇത് പോരാ, ഇതിലും മെച്ചപ്പെടണം. അപ്പോൾ എന്ത് വേണം? ഈ വിദ്യാഭ്യാസത്തിൽ തന്നെ ഈ സെക്ഷൽ വിദ്യാഭ്യാസം എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച്, എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ളത്. ഇവിടെ നോക്കൂ, ഈ സ്പെസിഫിക്കൽ കേസ് തന്നെ എടുത്തു നോക്കിയാൽ ഇവിടെ ആദ്യം പ്രണയം നടിച്ചെത്തിയ ആളാണ്. പ്രണയം നടിച്ചായാലും ഒരുപക്ഷെ ഒറിജിനൽ പ്രണയമായാലും പ്രണയിതാവുമായിട്ടാണ് ആദ്യം, അതായത് സമപ്രായക്കാരനായ അല്ലെങ്കിൽ ഏകദേശം ചെറിയൊരു പ്രായ വ്യത്യാസമുള്ള ഒരാളുമായാണ് ആദ്യം ആ കുട്ടി തൻ്റെ ശരീരം പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിനുശേഷം അത് ഫോട്ടോയിലെടുക്കുന്നു. അത് ഡിജിറ്റൽ ഇൻ്റർവെൻഷനാണ് അവിടെ. നോക്കൂ, അവിടെ മൊബൈലിലെടുക്കുന്നു. എന്നിട്ട് ആ ദൃശ്യങ്ങൾ അവൻ മറ്റുള്ളവർക്ക് കൈമാറുന്നു. അവരുടനെ കഴുകൻ കണ്ണുമായി കുട്ടിയിലേക്ക് സമീപിക്കുന്നു. കുട്ടി ഭയന്ന് അതിനൊക്കെ വിധേയമാകേണ്ടി വരുന്നു. അങ്ങനെ 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 തുടർന്ന് പിതാവിൻ്റെ സുഹൃത്തുക്കൾ പോലും ആ കുട്ടിയെ ശാരീരികമായി ദ്രോഹിച്ചു. അപ്പോൾ അതിൻ്റെ കഥയാണ് 62 പേർ. ഒന്ന് ആലോചിച്ച് നോക്കൂ ഡോക്ടർ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് കുട്ടികൾ കരുതലാകേണ്ടത് ഈ വിഷയത്തിൽ? കാരണം ഇത് വൈയക്തികവും വൈകാരികവുമായാണല്ലോ ഇത് തുടങ്ങുന്നത്. ആ ട്രാപ്പിൽ വീഴുന്നതിൻ്റെ തുടക്കം അതെങ്ങനെ തിരിച്ചറിയും സട്ടിലായി, സൂക്ഷ്മമായി? അതെ, നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിനെ കുറിച്ചുള്ള അവരുടെ ഒരു ബോധ്യമാണ്. അത് സമൂഹം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഉദാഹരണത്തിന് ഇപ്പൊ സ്ത്രീ ശരീരങ്ങൾ അത് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ കുടുംബം എന്താണ് അവർ നാണം കെടും, ഇങ്ങനെയൊക്കെയുള്ള ചില വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെയൊക്കെ മറികടക്കാനുള്ള ചില കാര്യങ്ങളാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ അത് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം എങ്ങനെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ ഇത് അറിയിക്കാം, അതായത് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ആളുകളോട് ഇത് എങ്ങനെ അറിയിക്കാം എന്നൊക്കെയുള്ളത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എങ്കിലും നമുക്ക് നിയമ സംവിധാനങ്ങളെ ആശ്രയിക്കാം എന്നുള്ളതൊക്കെയാണ് കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. അത് വളരെ ചെറുപ്രായത്തിൽ തന്നെ നമുക്കത് ട്രെയിൻ ചെയ്യിച്ചെടുക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് ചെയ്യാതെ നമ്മൾ കുട്ടികളെ വിടുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ, ഇപ്പോൾ നിങ്ങൾ അങ്ങനെ പോകുന്നു, അപ്പൊ അതൊരു തെറ്റാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ അത് അറിഞ്ഞാൽ അത് പ്രശ്നമാണെന്ന് എന്നതിന് അപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്യുന്നത് ഈ പ്രായത്തിൽ അപ്രോപ്രിയേറ്റ് അല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അതാണ് തീർച്ചയായും അങ്ങനെയാണ് അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അല്ലേ? സ്റ്റേജിൽ
അപ്പൊ അത് ചെയ്താൽ മാത്രമാണ് കുട്ടികൾക്ക് അത് മനസ്സിലാകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളുടെ സർക്കാരിന്റെ പുതിയ പ്രോഗ്രാമുകളൊക്കെ വളരെ കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എന്താണ് 15 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കാണ് അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മളത് കുറച്ചുകൂടെ നേരത്തെ അത് ചെയ്യണം. ചെറിയ ക്ലാസ്സുകൾക്കും അത് കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ഉദാഹരണത്തിന് ഡോക്ടർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആദ്യം ആ കുട്ടിയെ സ്നേഹം നടിച്ചെത്തിയ ആളുമായി ഒരു 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 അബദ്ധം പറ്റുന്നു, അല്ലെങ്കിൽ അത് ഇപ്പോൾ സമൂഹം എന്തറിയും എന്നറിഞ്ഞ് ഒളിച്ചു വെക്കുകയല്ല വേണ്ടത്. അത് അന്നേരം വീട്ടുകാരെടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ അത് അവിടെ ബ്രേക്കായത്, അവിടെ കൊണ്ട് തീർന്നേനെ. പിന്നീട് തുടർന്ന് അവൻ്റെ ചൂഷണങ്ങൾ, അവൻ വഴി എത്തിയ ചൂഷണങ്ങൾക്ക് വിധേയമാകുന്ന സാഹചര്യം ഉണ്ടാകത്തില്ലായിരുന്നു അല്ലേ? തീർച്ചയായും. അപ്പൊ അത് അങ്ങനെ ഒരു അവസ്ഥ കുട്ടിക്ക് ഉണ്ടായത് വളരെ നിർഭാഗ്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ആ കുട്ടി അതിൽ ഒരു കുറ്റപ്പെടുത്തൽ എന്ന അപ്പുറത്തേക്ക് ആ, എന്താണ് ഇനി നമുക്ക് എന്താണ് ആ കുട്ടിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കാണേണ്ടത്. ഇപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞില്ലേ ഈ ന്യൂറോളജിക്കലായ പ്രോബ്ലം അതൊരു പക്ഷേ മനസ്സിൻ്റെ ചില ഫാൾസ് റിയാക്ഷൻസ് ആയിരിക്കും. തലവേദന ഉണ്ടാകുന്നു, ഛർദി ഉണ്ടാകുന്നു, ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലൂടെ വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള അസ്വസ്ഥതകൾ കുട്ടി കാട്ടിയാൽ ഉടനെ അത് ശാസ്ത്രീയമായി സമീപിക്കണം അതിനെ, അല്ലേ? തീർച്ചയായും നമ്മൾ കുട്ടികൾക്ക് സാധാരണമായിട്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പല കുട്ടികൾക്കും കാണിക്കാറുള്ള പ്രശ്നങ്ങളാണ് ഈ പറയുന്ന ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മൾ സൊമാറ്റൈസേഷൻ എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അത് സ്കൂളിൽ അധ്യാപകർ അത് കൃത്യമായിട്ട് പേരൻസിനോട് പറയുകയും ആ, എന്താണ് അത് ഒരു ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ പല കാര്യങ്ങളും കുട്ടികൾ കാണിക്കുന്നത്, പല ടീച്ചേഴ്സും അതിനെ വ്യാഖ്യാനിക്കുന്നത് അവർ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ അതിനെ അറ്റൻഷൻ സീക്കിംഗ് എന്നതിന് അപ്പുറത്തേക്ക് ഒരു ക്രൈ ഫോർ ഹെൽപ്പ്, അവർക്കൊരു ഒരു ഒരു സഹായം ആവശ്യമുണ്ട് എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ അതിനെ കണ്ടു അപ്പോൾ കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ എത്രയും അധ്യാപകർക്കും വേഗം തന്നെ ക്ലാസ് കൊടുക്കണം അല്ലേ, ശാസ്ത്രീയമായി ഇതിനെങ്ങനെ അല്ലേ? നമ്മൾ അല്ല ടീച്ചേഴ്സിന് അത് പലപ്പോഴും ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്ന അവർ വേറൊരു അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിപ്പോയി. കുട്ടികളുമായിട്ട് വേറൊരു തരത്തിലുള്ള ഒരു അടുപ്പമാണ് അവർക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് അവരോട് സംസാരിക്കാൻ പറ്റുമോ അതാണ് നമുക്കറിയില്ല. അതൊരു ശരിയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മളെടുത്ത് വരുമ്പോൾ അവരത് മനസ്സ് തുറക്കാനൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ശാരീരിക ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അത് നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും ഒന്നുകിൽ ന്യൂറോളജി വിഭാഗത്തിലേക്ക് കൊണ്ടുവരികയും അത് നമ്മൾ എന്തായാലും ഒന്ന് റൂൾ ഔട്ട് ചെയ്ത് അതിന് ശാസ്ത്രീയമായിട്ട് ചില മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. EEG പോലുള്ള അല്ലെങ്കിൽ MRI പോലുള്ള ചില ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്ത് അതിനുശേഷം നമ്മൾ അതിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ഫൈൻഡിങ്സ് ഇല്ലെങ്കിലാണ് നമ്മൾ അതൊരു സൈക്കോളജിക്കൽ പ്രശ്നമാണെന്ന് ഉള്ള ഓക്കെ. അനുമാനത്തിലേക്ക് എത്തുകയും അതിനുശേഷം നമ്മൾ അത് ഇവാലുവേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു ഇന്റർവെൻഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്റർവെൻഷൻ ഒക്കെ വളരെ ഇഫക്റ്റീവായിട്ട് കുട്ടികളിലേക്ക് മാറുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ക്ലിനിക്കിൽ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം കുട്ടികൾ ഇതിലേക്ക് എത്തുന്നു എന്നുള്ളത് ഇപ്പോഴും നമുക്ക് തീർച്ചയായും. വളരെ കാരണം കുറച്ച് ഇവിടെ പേരാണ് ഇവിടെ എത്തുന്നത്. പിന്നെ ഇവിടെ പരിശോധിക്കുമ്പോൾ പാർശ്വവൽകൃതമായ ഒരു സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്നൊക്കെയാണ് ആ കുട്ടി വരുന്നത്. സ്വാഭാവികമായും അതിൻ്റെ കെയർ അല്ലെങ്കിൽ അതൊക്കെ അവിടെ ലഭിച്ചോ എന്നുള്ളത് ഒരു സാമൂഹിക പ്രശ്നം, സാംസ്കാരിക പ്രശ്നമായി തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകുന്ന ഒരു ശാസ്ത്രീയ സമീപനം ഉണ്ടാകണം. വളരെ നന്ദി ഡോക്ടർ ജേക്കബ് ജോൺ ഈ കാര്യങ്ങൾ വിവരിച്ചതിന്.